കൂടി പുതിയ വീഡിയോക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബനാന പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഞാൻ 6 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പരുവത്തിനാക്കിയെടുക്കാം. ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 1 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റാണ്. നല്ല അടിപൊളി പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഹണിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഷുഗർ സിറപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം.